സദൃശവാക്യം 3-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വളരെ പരിചയമുള്ള വാക്യമാണ്. പക്ഷേ ആ വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെയും 6-ാമത്തെയും വാക്യമാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യം ചമച്ച കൂട്ടത്തിൽ വളരെ ആഴമേറിയ ആത്മീക മർമ്മങ്ങൾ ശലോമോൻ വെളിപ്പെടുത്തുകയാണ്. ഒന്നാമത് അവിടെ വെളിപ്പെടുത്തുന്നത്, സ്തോത്രം, നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ പഠിക്കണം. അടുത്ത് എഴുതിയിരിക്കുക, സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്. സ്തോത്രം. അടുത്ത് എഴുതിയിരിക്കുകയാണ്, നിന്റെ എല്ലാ വഴിയിലും ദൈവത്തെ തന്നെ ചിന്തിച്ചോണം. സ്തോത്രം. എന്നാൽ അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഈ 3-ാം അധ്യായമേ വളരെ നല്ല അധ്യായമാണ്. നമുക്ക് വേണ്ടി എല്ലാ ദൂതും 3-ാം അധ്യായത്തിലുണ്ട്. 1-ാമത്തെ വാക്യം, മകനെ എൻ്റെ ഉപദേശം മറക്കരുത്. മകനെ എൻ്റെ ഉപദേശം മറക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. എന്നാൽ അവ ദീർഘായുസ്സും, അപ്പൊ നിനക്ക് ദീർഘായുസ് കിട്ടും. ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. നിനക്ക് ദീർഘായുസും സമാധാനവും വർദ്ധിക്കും. അതിനെന്തോ ചെയ്താൽ മതി? ദൈവത്തിൻ്റെ ഉപദേശം മറക്കരുത്, അവൻ്റെ കൽപ്പന കാത്തുകൊള്ളണം. എന്നിട്ട് 9-ാം വാക്യം, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. അന്നേരം നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന കാര്യം, നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിന്റെ മുന്തിരി ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. എന്ന് പറഞ്ഞാൽ നിനക്ക് അളക്കാൻ വയ്യാത്തത്, പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒഴുക്കിനെ ദൈവം അയക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന് മധ്യത്തിലെ വാക്യമാണ് നമ്മൾ എടുത്തത്. സ്തോത്രം. അതിനകത്തൊരു 3 ആശയങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ 1-ാമത്തെ കാര്യമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. 62-ാം സങ്കീർത്തനം 8-ാം വാക്യം പഠിക്കുമ്പം യഹോവയിൽ എല്ലാ കാലത്തും ആശ്രയിപ്പിക്കുന്നൊരു വചനമുണ്ട്. അപ്പം ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ എല്ലാ കാലത്തും ആശ്രയിക്കണം. എന്നിട്ട് എന്താ സമയം? യഹോവയിൽ ആശ്രയിക്കുന്നവനെ പൂർണ്ണ ദൈവത്തിന് സ്തോത്രം സമാധാനത്തിൽ കാക്കുമെന്നൊരു വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം സദൃശവാക്യം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ യഹോവയിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം. അപ്പം ദൈവത്തിൽ ആശ്രയിക്കണം, എല്ലാ കാലത്തും ആശ്രയിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം. ഒന്ന് പറഞ്ഞ, ദൈവത്തിൽ ആശ്രയിക്കണം, എല്ലാ കാലത്തും ആശ്രയിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കണം. ശ്രദ്ധിക്കണം. അപ്പം ഈ 118-ാം സങ്കീർത്തനം നമുക്ക് കാണാൻ അറിയാവുന്ന ഒരു വാക്യമുണ്ട്. 8-ാമത്തെ വാക്യം, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അടുത്തിരിക്കുന്ന നാളെ തൊട്ട് ചോരം, മനുഷ്യരിൽ ആശ്രയിക്കരുത്, യഹോവയിൽ മാത്രമേ ആശ്രയിക്കാവെന്ന് പറ. ഹല്ലേലൂയ. നമ്മളൊക്കെ ചില കാര്യങ്ങൾ വരുമ്പോൾ ആരിൽ ആശ്രയിക്കും? മനുഷ്യരിൽ. പക്ഷെ ഒരിക്കലും ബൈബിൾ പറയാം, മനുഷ്യരിൽ നമ്മൾ എന്ത് ചെയ്ത് ആശ്രയിക്കരുത്. ആരിൽ ആശ്രയിക്കണം? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിന് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ യഹോവയിൽ ആശ്രയിക്കുന്നത് പറയുക. മനുഷ്യരിൽ ആരെങ്കിലും ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടത്തില്ല. കാരണം ദൈവത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് ആ വിടുതൽ സംഭവിക്കും. ഇത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള 115-ാം സങ്കീർത്തനത്തിലെ ഈ വാക്യമൊക്കെ കാണാതറിയാവുന്ന വാക്യം. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ഊന്നി പറയാത്തത്. 115-ാം സങ്കീർത്തനത്തിൽ 9-ാം വാക്യം, ഇസ്രായേൽ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുക. ഇസ്രായേൽ ഗൃഹമേ ആശ്രയിക്കുക, അഹരോൻ ഗൃഹമേ ആശ്രയിക്കുക, യഹോവ ഭക്തന്മാരെ ആശ്രയിക്കുക. അടുത്തത്, അവനവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും തെരഞ്ഞു പിടിച്ച് അനുഗ്രഹിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആരിൽ ആശ്രയിക്കരുത്? മനുഷ്യരിൽ ആശ്രയിക്കരുത്. കാരണം അമ്മാച്ചനിൽ ആശ്രയിച്ചാൽ, അളിയനിൽ ആശ്രയിച്ചാൽ, ചേട്ടനിൽ ആശ്രയിച്ചാൽ, അപ്പനിൽ ആശ്രയിച്ചാൽ, അമ്മയിൽ ആശ്രയിച്ചാൽ നമുക്ക് പരാതിപ്പെട്ടിയായിരിക്കും.
കാര്യം നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊന്നും അവർ നമ്മൾ എന്ത് ചെയ്തില്ല, പരിഗണിച്ചില്ല. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച ഒരു പരാതിയും ഉണ്ടാകത്തില്ല. കൃത്യമായിട്ട് അവനെല്ലാം ചെയ്യും.